എല്ലാ സമയവും ഒരു സിനിമയ്ക്ക് വേണ്ടിയും അതിൻ്റെ പ്രിപ്പറേഷനും ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കൊല്ലത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ഹൗ ഡു യു ചാറ്റ്? ബിക്കോസ് മറ്റുള്ള സിനിമകൾ വരുന്നു, മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. അല്ല, ആക്ച്വലി എൻ്റെ ഇടയിൽ വേറെ പടം വന്നില്ലേ. സത്യം പറഞ്ഞതാണ്. സൗകര്യമായി. എന്താ വെച്ചാൽ ഈ ചത്താപ്പച്ച എന്നുള്ള പരിപാടി അത്യാവശ്യം വലിയ പരിപാടിയാണ്. എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടീമാണ്. റോഷൻ, ഷാക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും ഒരു 3 മാസം ട്രെയിൻ ചെയ്യണം. അപ്പൊ ഞാൻ കഴിഞ്ഞ നവംബറിൽ സുമതി വളവ് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിനിങ് തുടങ്ങി. അതെ, റിലീസ് ഉണ്ടായിരുന്നു സിനിമ. റിലീസ് ഉണ്ടായിരുന്നു, ചെയ്തില്ല. അപ്പൊ ട്രെയിനിങ് തുടങ്ങി. ആ ട്രെയിനിങ് പ്രോസസ് ഇങ്ങനെ നീണ്ടു ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും ഷൂട്ട് തുടങ്ങി. അപ്പൊ അതുവരെ ഇവരെ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു, പാർക്കോ ട്രെയിനിങ് ഉണ്ടായി, എല്ലാം ഉണ്ടായി. അപ്പോ അങ്ങനെ ലൈഫ് കുറച്ചാള് വീട്ടിലൊക്കെ ചില്ല് ചെയ്ത് വർക്കൗട്ടും കാര്യങ്ങളും മാത്രം. പിന്നീട് ഷൂട്ട് തുടങ്ങി. പിന്നെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. എടുത്തുരുട്ടല്, എറിയല്. ഫസ്റ്റ് ഷോട്ട് ഞാൻ ഐശ്വര്യമായിട്ട് ചത്താപ്പച്ചയിലേക്ക് കയറാൻ പോണെന്നൊക്കെ പറഞ്ഞ് കിടന്നിറങ്ങുമ്പോ സാർ ഹാർനസ് പൊടുങ്ങോ, ഞാൻ ഫസ്റ്റ് ഷോട്ട് തൂക്കിയിട്ടാണ്. അന്ന് എനിക്ക് മനസ്സിലായി ഇത് തീരണവരെ എന്തായാലും ഹാർനസിലായിരിക്കും. അതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. മൊത്തം രസമുള്ള പരിപാടിയായിരുന്നു. എല്ലാം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ഷേപ്പായിരുന്നു കൈയിന്റെ. ഒരു ഇടിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ഇവിടെ നീര് നോക്കുമ്പോ എന്റെ കണ്ണിന്റെ പ്രശ്നം നോക്കുമ്പോ ഒരു എസ് ഷേപ്പ്, ഇവിടെ നീര് ഇവിടെ നീര്. എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു.